ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഒമാനെയറുമായിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഒമാനെയറിൽ സുന്ദരന്മാർ പോകുന്നത് കണ്ടോ. അങ്ങനെ കുറേ നാളത്തിന് ശേഷം ഞങ്ങൾ ഒമാനെയറായിട്ടൊന്ന് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഒമാനെയറിന് വേണ്ടി ജോലി ചെയ്തവളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടുത്തെ എൻ്റെ പണ്ടത്തെ കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റിയത്. പുറത്ത് ടെമ്പറേച്ചർ വളരെ കോൾഡായിരുന്നു. കാരണം തന്നെ ഡി-ഐസിങ് ചെയ്യുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത്. ഡി-ഐസിങ് ചെയ്ത് ഒരു 1.5 മണിക്കൂറോളം ഞങ്ങളുടെ ഫ്ലൈറ്റിന് ഡിലേ വന്നു കേട്ടോ. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സമയത്തിന് തന്നെ മസ്കറ്റിലെത്തി. കാരണം അവിടെ 1.5 മണിക്കൂറേ ഞങ്ങൾക്ക് ട്രാൻസിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ഫ്ലൈറ്റും പിടിച്ച് ഞങ്ങൾ ദുബായിക്ക് ബോർഡ് ചെയ്യാനായിട്ട് നിന്നു. അങ്ങനെ ദുബായിൽ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയതും ലാൻഡ് ചെയ്തതും എല്ലാം ഒരുമിച്ചായിരുന്നു. വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഫ്ലൈറ്റായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. സാറാമുൻ്റെ 5 പേരല്ല 5 ക്യൂടെക്സ് കണ്ടോ. അപ്പോൾ എൻ്റെ ഒന്ന് ചുമ്മാ ഷോ കാണിക്കുകയാണ്. അങ്ങനെ ദുബായിൽ എത്താൻ പോവുകയാണ്. അപ്പോൾ ആ ലാൻഡിങ് സീൻസൊക്കെയാണ് ഈ കാണുന്നത്. ഭയങ്കര ഭംഗിയാണ്. തിരക്കുള്ള ദുബായ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ കുഞ്ഞിലേ തുടങ്ങിയതാണ് ദുബായോടുള്ള എൻ്റെ പ്രേമം. അങ്ങനെയാണ് ഞങ്ങൾ ഹണിമൂണ് അവിടെ പോകണമെന്നാണ്, ദുബായ് വരണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഇവിടെ എത്തിയത് ഇവിടുത്തെ മെട്രോ എടുത്ത്, അതായത് എയർപോർട്ടിൽ ഈ മെട്രോ എടുത്ത് അപ്പുറത്തെ ടെർമിനലിൽ പോകണമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഈ മെട്രോയിൽ കയറുന്നത്. നല്ലൊരു രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ദുബായിലെത്തി. എന്നത്തെ പോലെ ബിബിൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വിളിക്കാനായിട്ട്. ബിബിൻ ജെൻസൻ്റെ വളരെ ചെറുപ്പത്തിലെ തൊട്ടുള്ള കൂട്ടുകാരനാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് അല്ലേ ദുബായ്? എന്തിനാ എക്സൈറ്റഡ്? കുറെ നാളായി വന്നിട്ട്. ഒരു വർഷം 2 മാസം. പിന്നെ പിന്നെ എന്റെ വയറ് ഫുള്ളാക്കണോ? ഭക്ഷണത്തിനെ ഓർത്തിട്ടല്ലേ ഇത്തിരി സന്തോഷം. എന്താണ് കഴിക്കാൻ ഏറ്റവും ആഗ്രഹിച്ചിരിക്കുന്നത്? പൊറോട്ടയും ബീഫ് ഫ്രൈയും. സാറാമോ? പൊറോട്ട എങ്ങനെ ഇരിക്കണേ? ഓക്കെ. അപ്പൊ ബീഫോ? അവള് കോപ്പിക്കാറ്റ, അതുകൊണ്ട് അവൾക്കൊന്നും അറിയില്ല. അങ്ങനെയാണോ സാറ്? കണ്ടോ? ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലെത്തിയപ്പം ഹോട്ടലിന് മുമ്പിൽ ഒരു ലംബോർഗിനി കിടക്കണം. അപ്പോൾ ഈത്തിന് അതിൻ്റെ കുറച്ച് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഹോട്ടൽ വന്നു. നല്ല രസമുണ്ട്. ക്രിസ്മസൊക്കെ കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഈ ഹോട്ടൽ ഞങ്ങൾ ഓൾറെഡി ഒരു തവണ വന്നിട്ടുണ്ട്. അൽബന്തർ റൊട്ടാന എന്ന് പറഞ്ഞ ഹോട്ടലാണിത്. അപ്പോൾ ഞങ്ങൾ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നേരത്ത് അവർ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കോഫിയും ജ്യൂസൊക്കെ ഓഫർ ചെയ്തു. അങ്ങനെ ഇതാണ് എൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറും ഒക്കെ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അവർ കുറച്ചുകൂടി ചേഞ്ച് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ റൂമിൽ കയറുന്ന രംഗമാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഈ ഒരു ടൈം ആയതുകൊണ്ട്, അതായത് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ടൈം ആയതുകൊണ്ട് തന്നെ റൂമുകൾക്കെല്ലാം നല്ല വില കൂട്ടലായിരുന്നു. ഞങ്ങൾ ഇത്തവണ ഒരു നോർമൽ റൂമാണ് എടുത്തത്. ബിക്കോസ് ഉറങ്ങാനായിട്ടല്ലേ വരുന്നുള്ളൂ. അങ്ങനെ അപ്പം ഈത്തിൻ്റെ ബെഡ് വന്നിട്ടില്ല, എക്സ്ട്രാ ബെഡ് അവർ കൊണ്ടിടും എന്ന് പറഞ്ഞിരുന്നു. എന്നാലും റൂമെല്ലാം നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷ്നപ്പാക്കി ഞങ്ങൾ കരാമയിലോട്ട് പോവുകയാണ്. എന്തിനു വേണ്ടി? നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം ഹബ്ബായ കാലിക്കറ്റ് പാരഗണിൽ വന്നു. ഞാൻ ഒരു അടിപൊളി ഫിഷ് കറി മീൽസും എടുത്തു. പിന്നെ നെത്തോലി ഫ്രൈ മേടിച്ചു. ജെൻസും പിള്ളേരും ആസ് യൂഷ്വൽ പൊറോട്ട ആൻഡ് ബീഫ് ഫ്രൈ, പിന്നെ ചില്ലി ചിക്കൻ കൂടി അവർ ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴുള്ള മനസ്സും വയറും ഒരുപോലെയാണ് നിറയുന്നത്. അപ്പോൾ ലാസ്റ്റ് അവർ ഞങ്ങൾക്ക് ഈ മീൽസിൻ്റെ എല്ലാവർക്കും തന്നു കേട്ടോ സേമിയ പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം പപ്പടം കൂട്ടി കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ബ്യൂട്ടി പാർലറിൽ പോയി. ഈ നടുക്ക് നിൽക്കുന്ന കേട്ടോ വിൻസ് ചേച്ചിയായിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നല്ല കൂട്ടാണ്. ആ സമയം ഇവിടെ പിള്ളേരും ജെൻസും ഹോട്ടലിൽ തിരിച്ച് വന്ന് സ്വിമ്മിങ് പൂളിലൊക്കെ എൻജോയ് ചെയ്തു. ഈ വ്യൂ അടിപൊളിയാല്ലേ, നല്ല രസമുണ്ടല്ലേ. അങ്ങനെ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഒന്ന് മെഡിക്കേറ്റ് ഞങ്ങളടുത്ത് പോവാണ് കരാമയിലായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇപ്പം ഇത്തവണ ഞങ്ങൾ പോകുന്ന മലബാർ പ്ലേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പാൽക്കപ്പയും ബീഫും അവരുടെ സ്പെഷ്യലാണ്.
അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്തു. കിടുക്കാഴ്ചയായിരുന്നു കേട്ടോ. അതുപോലെ മാങ്ങ മുളകിലിട്ടത് യമ്മി. അവരുടെ അപ്പം ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്യണം, അടിപൊളിയാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അൽസീഫിലോട്ടാണ് പോയത്. ഈ UAEയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടേക്കാം അവർ മാറ്റുന്നതിന് മുന്നേ എന്ന് കരുതി അൽസീഫിൽ വന്നു. ഇവിടെ നല്ലൊരു പ്രൊമനേഡ് പോലെ കേട്ടോ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്ത് രസമാണ്. ഓരോ തവണ ദുബായിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ പുതിയതായിട്ട് ഉണ്ടാക്കി വെക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പം ദുബായ് നമ്മളെ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യില്ല കേട്ടോ. എന്തെങ്കിലും നമുക്ക് വേണ്ടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഈ അൽസീഫ് എന്ന് പറയുന്നത് പ്രൊമനേഡ് അങ്ങറ്റം വരെ ഉണ്ട്. അപ്പം ഞങ്ങളതിങ്ങനെ നടന്ന് കാണുമായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഇപ്പം സമയം ഒരു 9:30 ആയി കാണും രാത്രി. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഒരു നടപ്പുമായി. ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയാൻ ഒന്നും പറയണ്ട, അടിപൊളി ക്ലൈമറ്റാണ്. അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല, ജസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ഥലത്ത് ഒരു ഇന്ത്യൻ മ്യൂസിക് കളിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി സാറാമോൻ്റെ 2 ചുവട് ഡാൻസ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ലൊരു ഈവനിങ് ആയിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. മാക്സിമം ഞങ്ങൾ ഈ ദിവസം എൻജോയ് ചെയ്തു, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ദുബായിൽ വരുന്നുണ്ടെങ്കിൽ അൽസീഫ് കാണാൻ മറക്കണ്ട കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു വാക്കിംഗ് പാത്താണ് കേട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. താങ്ക് യു.